ഹലോ നമസ്കാരം ഗ്രൂപ്പ് 1 നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം യൂണിവേഴ്സിന് ഇപ്പോൾ നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. ഓക്കെ, ഞാൻ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 10 ഓഫ് കപ്സ് കിട്ടുമ്പോൾ ഒരു ഡേ ഡ്രീമിങ് എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇൻ ജനറൽ ആയിരിക്കാം. നിങ്ങളൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് ഇമോഷണലി ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു മാറ്റം, ഓക്കെ, ഒരുപാട് സന്തോഷം നൽകുന്ന മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിതിങ്ങനെ സ്വപ്നം കണ്ടായിരിക്കണത്, നിങ്ങൾ അതിനു വേണ്ടി അതിങ്ങനെ സ്വപ്നം കാണുന്നു, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, ആ ജീവിതം എങ്ങനെ, അതൊക്കെ നിങ്ങൾ ഇങ്ങനെ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രം ചെയ്യുന്നത്, ദിവാസ്വപ്നം കാണുന്നത് നിർത്തൂ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതായത് വിഷ്വലൈസേഷൻ വേണം, വേണ്ടെന്നല്ല, പക്ഷെ അത് മാത്രം പോരാ. നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുന്നതിനാണ്. നിങ്ങളുടെ ട്രൂ പവർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, നിങ്ങളുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ച്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെ പ്രാപ്തിയുണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറണം. നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് നിങ്ങൾക്ക് എന്താ പറയാ, ആ ഒരു ഒതന്റിക് വേർഷനിലേക്ക് എന്തുകൊണ്ട് മാറണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് എന്ത് ആക്ഷൻ എടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഏത് വഴിയിലൂടെ പോകണം, അതായത് എല്ലാം വളരെ ക്ലിയർ ആയിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചാലും അത് അനായാസമായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കത് ആകർഷിക്കാനായിട്ട് സാധിക്കും, നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് മാറുമ്പോഴാണ് നിങ്ങളുടെ ആ മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജി അൺലോക്ക് ആവുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജി ഉണ്ട്, പക്ഷെ അതിപ്പോൾ കറന്റ് ലോക്ക്ഡ് ആണ്, അത് ഒട്ടും അവേക്കൻഡ് അല്ല. അത് അവേക്കൻഡ് ആവുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ മാറുമ്പോൾ. നിങ്ങളുടെ ഒതന്റിക് വേർഷനിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആ എനർജി അവിടെ അവേക്കൻഡ് ആണ്. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ നിങ്ങൾക്ക് പറ്റും. എന്ത് ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഏത് രീതിയിൽ പോകണം, എന്തൊക്കെയാണ് ഡിസിഷൻസ് എടുക്കേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വഴി കൂടുതൽ വ്യക്തമാകും. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റും. പക്ഷേ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒതന്റിക് വേർഷനിലാകുന്നതിന് ശ്രദ്ധ കൊടുക്കണം. അപ്പോഴേ ഈ മാസ്റ്റർ മാനിഫെസ്റ്റർ എനർജിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അപ്പോഴേ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ യാഥാർത്ഥ്യമാകും. അല്ലാതെ അത് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഇമാജിൻ ചെയ്തതുകൊണ്ട് മാത്രം അത് നിങ്ങളുടെ യാഥാർത്ഥ്യമാകില്ല എന്ന് മനസ്സിലാക്കുക. ഇപ്പോഴാണ് ആ റൈറ്റ് ടൈം. ഓക്കെ, അപ്പൊ നിങ്ങളോട് ഇനി പറയുന്നത്, അധികം വൈകരുത്. ഇനി എന്താ, ഇപ്പൊ നിങ്ങൾ കാര്യങ്ങൾ വളരെ, ഇപ്പൊ നിങ്ങൾ ഈ ഒതന്റിക് വേർഷനിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നതിന് വേഗത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. നിങ്ങളുടെ ആ ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യും. പക്ഷെ അതിന് നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുത്ത് തുടങ്ങണം. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പോൾ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് നോക്കാം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ്, കാത്തിരിപ്പാണ് നിങ്ങൾ. നിങ്ങൾക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ വരുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ലഭിക്കുന്നതിനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം ആരെങ്കിലും നിങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു വെയിറ്റിംഗ് എനർജിയിലാണ് നിങ്ങളിപ്പോൾ. ആ വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളോട് പറയുന്നു. ആഗ്രഹങ്ങൾക്കായിട്ട് ഒരിക്കലും കാത്തിരിക്കാൻ പാടില്ല. ഓക്കെ, ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമായി എന്ന് വിശ്വസിച്ചിട്ട് അതിനായിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക. അതെന്റെ റിയാലിറ്റി ആണ് എന്ന വിശ്വാസത്തോടെ വേണം നമ്മളോട് ആക്ഷൻ എടുക്കാൻ. അപ്പോഴാണ് നമ്മുടെ യാഥാർത്ഥ്യമായിട്ട് തന്നെ മാറുക. നമ്മൾ കാത്തിരിക്കും തോറും ആ വെയിറ്റിംഗ് എനർജിയിൽ തന്നെ നമ്മളായിരിക്കും. അത് വേണ്ട എന്നാണെങ്കിൽ നിങ്ങളോട് പറയുന്നു, ഈ കാത്തിരിക്കുന്നത് നിർത്തുക. ഓക്കെ, നിങ്ങളൊരു സഹായത്തിനാണ് കാത്തിരിക്കുന്നത്. നിങ്ങൾ ഇനി ഒരു എന്താ പറയാ, ഒരു പ്രൊട്ടക്ഷൻ, ഒരു സേഫ്റ്റി, അല്ലെങ്കിൽ എന്താ പറയാ, ആരെങ്കിലും ഓക്കെ ഏതെങ്കിലും ഒരു ശക്തി നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷയോടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിലൂടെ പറയാണ്, വേറെ ആരുമല്ല നിങ്ങളുടെ ഈ സിറ്റുവേഷനിൽ മാറ്റം കൊണ്ടുവരുന്നതിന് തുടക്കമിടുന്നത്, അത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ, സിമിലർ ആയിട്ടുള്ള മെസ്സേജ് ആണ് എനിക്ക് ഇംഗ്ലീഷിന്റെ റീഡിങ്ങിലും കിട്ടിയത് ഗ്രൂപ്പ് 2-ന്. നിങ്ങളിലൂടെയാണ് ആ മാറ്റം തുടങ്ങുന്നത്. നിങ്ങൾ കംപ്ലീറ്റ്ലി കേപ്പബിൾ ആണ്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. നിങ്ങൾ വിളിക്കുന്ന ശക്തികൾ ഏതാണ്, ആ ശക്തികളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം സംഭവിക്കില്ല. ഓക്കെ, ശരിയാണ്, നിങ്ങൾ ഡിവൈൻ പ്ലാനിൽ വിശ്വസിക്കുന്നു, ഡിവൈൻ ടൈമിംഗിൽ വിശ്വസിക്കുന്നു, നിങ്ങൾ ആ ക്ഷമ കാണിക്കുന്നു. പക്ഷെ കാത്തിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നടക്കുന്നതിന്, നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്നതിന് എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക? ഇപ്പൊ എന്ത് കാര്യമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക? ഒരു ആക്ഷൻ, അത് ചിന്തിക്കുക, അത് ചെയ്യുക. അത് കൺസിസ്റ്റന്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അത് എല്ലാ ദിവസവും അത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. കാരണം നിങ്ങൾ ആ ആക്ഷൻ എടുക്കുമ്പോഴാണ് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളിലേക്ക് കൂടുതൽ സ്ട്രെങ്തൻ ആകുകയും, വളരെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ആ ഡിവൈൻ പ്രൊട്ടക്ഷനോട് കൂടെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുകയും ചെയ്യാം. കാരണം ഈ ഒരു എനർജി അപ്പുറത്ത് വെയിറ്റിംഗ് ആണ്. ആ ന്യൂ റിയാലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റമാണ് ഈ ഏസ് ഓഫ് വാണ്ട്സ്. ഓക്കെ, അപ്പൊ ഈ ന്യൂ റിയാലിറ്റി എന്ന് പറയുന്നതിനേക്കാളും ഒരു ന്യൂ ചാപ്റ്റർ, ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള, ഒരുപാട് ഗ്രോത്ത്, ഓക്കെ എക്സ്പാൻഷൻ, ഒക്കെ പുരോഗതിയും ഒക്കെ നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുള്ള ഒരു പുതിയ തുടക്കം, പുതിയൊരു അധ്യായം അപ്പുറത്ത് ഇങ്ങനെ റെഡിയാണ്. പക്ഷെ നിങ്ങളാണ് അവിടെ ഫസ്റ്റ് ആക്ഷൻ എടുക്കേണ്ടത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ഇനീഷ്യേറ്റ്, ആ ഒരു ഫസ്റ്റ് ആക്ഷൻ എടുക്കുന്നതിനാണ് ഈ എനർജി വെയിറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് നിങ്ങൾ ആ ഫസ്റ്റ് ആക്ഷൻ എടുക്കുന്നത്, അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്, അപ്പൊ നിങ്ങൾ ഈ വെയിറ്റിംഗ് എനർജിന്ന് പുറത്തേക്ക് വരും. ആ വെയിറ്റിംഗ് എനർജിന്ന് പുറത്തേക്ക് വരണം. നിങ്ങൾ പ്രസന്റ് മൊമെന്റിലായിരിക്കും ഇത് എന്റെ റിയാലിറ്റിയാണ്, എന്താണ് നിങ്ങൾ പരിശ്രമിക്കുന്നത് അത് എന്റെ റിയാലിറ്റിയാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ആ ആക്ഷൻ എടുക്കുക, ആക്ഷൻ എടുത്തുകൊണ്ടേ മുന്നോട്ട് പോകുക. വളരെ പെട്ടെന്നാണ് ഈ ചേഞ്ച് സംഭവിക്കുക. ഓക്കെ, കാരണം ഏസ് ഓഫ് വാൺസ് എനർജിയാണ്, ഫയർ എനർജിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മാറ്റം നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറും. മാത്രമല്ല അത് വെറുതെ തന്നെ മാറില്ല, നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഈ നല്ല മാറ്റത്തിനും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഉണ്ടാകും. ഡിവൈൻ സപ്പോർട്ട്, ഡിവൈൻ പ്രൊട്ടക്ഷൻ ത്രൂ ഔട്ട് ഉണ്ടാവും. യൂണിവേഴ്സ് നിങ്ങളെ പിന്നെ ഗൈഡ് ചെയ്യും. നിങ്ങൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾ എങ്ങനെ മുന്നോട്ട് വെക്കണം എന്നുള്ളത് കൃത്യമായി പിന്നെ യൂണിവേഴ്സ് പറഞ്ഞു തരും. പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആ വെരി ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ്. കാത്തിരുന്നതുകൊണ്ട് മാത്രം ആയില്ല. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും നേരാണ്. താങ്ക് യു.